ഇലക്ഷൻ കാലത്ത് ഞാഞ്ഞൂലുകൾ പോലും തലപൊക്കും എന്ന് പറയാറുണ്ട്. ഇലക്ഷൻ കാലത്തും ചില കഷ്ടകാലത്തും അങ്ങനെയുള്ള ചില സമയങ്ങളിൽ അത് ഏതൊക്കെ രൂപത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവാധികാരി ഇലക്ഷൻ കമ്മീഷനാണ്, സർക്കാരുകളല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെറ്റ് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാനും ഒക്കെ ഇലക്ഷൻ കമ്മീഷന് അധികാരങ്ങളുണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും അതേപോലെ ഓരോ സംസ്ഥാനത്തുമുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ, പൊതുവെ ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർ. പക്ഷെ അവരുടെ യുക്തിയും ബുദ്ധിയും അവരുടെ തന്മയത്വം കൊണ്ടാണ് അവർ ആ ഇലക്ഷൻ പ്രോസസ്സിനെ, ആ മെഷീനറിയെ നന്നായിട്ട് നടത്തുക. ആ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം അവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുക. അങ്ങനെ വളരെ മാതൃകാപരമായിട്ട് പെരുമാറിയിട്ടുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ ഈ നമ്മുടെ നാട്ടിലെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ ഒരു വിദ്വാൻ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ എന്ന IAS ഉദ്യോഗസ്ഥനാണ്. പേരുകൊണ്ട് മലയാളിയല്ല എന്ന് നമുക്കറിയാം, വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണെന്ന് അറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം എടുത്ത ഒരു തീരുമാനം, ഉത്സവച്ചന്തകൾ പാടില്ല, അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. എന്താ ഉത്സവച്ചന്തകൾ? വിഷു, റംസാൻ, ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം ഇതുപോലെയുള്ള സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്നപ്പോഴും ഉത്സവച്ചന്തകളെ ആരും തടഞ്ഞിട്ടില്ല. കാരണം അത് പുതിയ പദ്ധതിയല്ല. ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുതിയ പദ്ധതികൾ, നയപരമായ തീരുമാനങ്ങൾ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ പ്രഖ്യാപിക്കാൻ പാടില്ല. അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഇതാണ് അതിന്റെ പൊതുവെയുള്ള രീതി. അപ്പൊ ഉത്സവച്ചന്തകൾ ഒരിക്കലും തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായിട്ട് ഇതിനു മുമ്പ് ഒരു ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കണ്ടിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സഞ്ജയ് കൗളിന് തോന്നി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇപ്പൊ തുടങ്ങാൻ പോകുന്ന ഈ ക്രിസ്മസ് ചന്ത പോലെ, ഓണച്ചന്ത പോലെ ഇപ്പൊ തുടങ്ങുന്ന ഈ റംസാൻ, വിഷു, ഈസ്റ്റർ, ഇത് മൂന്നും കൂടെ ചേർത്തുള്ള ഈ ചന്ത റിബേറ്റ് റേറ്റില് കുറഞ്ഞ വില നിരക്കിൽ സബ്സിഡിയോടെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പലവ്യഞ്ജനങ്ങളും അരിയും മറ്റു സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ കിട്ടുന്ന ജനങ്ങളെ ഏറ്റവും ഗുണപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഉത്സവച്ചന്തകൾ. അതെല്ലാ മതവിശ്വാസം പുലർത്തുന്നവർക്കും നമ്മുടെ ദേശീയ ആഘോഷമായ ഓണത്തിനും ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ ഇത് നടന്നുകൊണ്ട് ഇരിക്കുന്നതാണ്. പക്ഷേ സഞ്ജയ് കൗൾ എന്ന് പറയുന്ന പുതിയ IAS ഓഫീസർക്ക്, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഇത് ചട്ടലംഘനമാണെന്ന് ബോധ്യമായി. അദ്ദേഹം അത് നിരോധിച്ചു, നടത്താൻ പാടില്ല. സിവിൽ സപ്ലൈസും സർക്കാരിന്റെ സ്ഥാപനങ്ങളായ സിവിൽ സപ്ലൈസും കൺസ്യൂമർ ഫെഡും ഇത് നടത്താൻ പാടില്ല. ഇതിനു മുമ്പൊന്നും നിരോധിക്കാത്തൊരു കാര്യം ഇപ്പൊ എന്തിനാ ഇദ്ദേഹം നിരോധിച്ചത്? ഇദ്ദേഹം എന്തിനാ IAS പാസ്സായിട്ട് വന്നത്? IAS പഠിച്ച് ജയിച്ച് അതിന്റെ ട്രെയിനിങ്ങും കഴിഞ്ഞ് വരുന്നവർക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം, മുസൂറിലെ ട്രെയിനിങ് അക്കാദമിയിൽ ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് എങ്ങനെ ജനക്ഷേമകരമായിട്ട് പ്രവർത്തിക്കണം ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സിവിൽ സർവീസ് സെർവൻറ്റ്, IAS ഓർ IPS ഓർ IFS. അതാണ് അവിടെ പഠിപ്പിച്ചു വിടുന്നത്. അപ്പം സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. 2, ചട്ടലംഘനമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. മുൻകാല പ്രാബല്യത്തോടെ അതിന്റെ ചരിത്രം നോക്കിയാൽ ഇത് ചട്ടലംഘനമല്ല. പുതിയ ഒരു പദ്ധതിയും കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും ചെയ്യുന്ന ഉത്സവച്ചന്തകൾ തുടങ്ങാനാണ് സർക്കാരിന്റെ ഏജൻസികളായ സ്ഥാപനങ്ങളായ സിവിൽ സപ്ലൈസും സപ്ലൈകോ അതേപോലെ കൺസ്യൂമർ ഫെഡും ഈ 2 സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചത്. അതിന് മൂക്കേറിട്ട ഈ സഞ്ജയ് കൗൾ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥനോട് നമ്മൾ എന്താ പറയേണ്ടത്? അയാൾക്ക് എന്ത് സാമാന്യ ബോധമുണ്ട് ഇക്കാര്യത്തിൽ? ഒരു കോൺഗ്രസ് നേതാവും അഭിഭാഷകനും അദ്ദേഹത്തിന്റെ ജൂനിയറും കൂടിയാണ് ഈ പണി ഒപ്പിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് കിട്ടിയ അവസരം കൊണ്ട് സഞ്ജയ് കൗൾ എന്ന് പറയുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉത്സവച്ചന്തകളെ നിരോധിച്ചു. ഇതെവിടെയാ ചട്ടലംഘനമാകുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഞങ്ങൾക്ക് സഞ്ജയ് കൗൾ എന്ന് പറയുന്ന CEO ഓഫ് കേരള, ചീഫ് ഇലക്ടറൽ ഓഫീസറോട് പറയാനുള്ളത് താങ്കൾ എത്രയും വേഗം ഈ തീരുമാനം പിൻവലിക്കണം.
ഈ ഉത്സവകാലത്ത് ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് വലിയ ശമ്പളമൊക്കെ കാണും, നിങ്ങൾ IAS അല്ലേ, നിങ്ങൾക്ക് സ്വന്തം വാഹനം വേണ്ട, സർക്കാരിന്റെ സൗകര്യങ്ങളുണ്ട്, താമസിക്കാൻ വീടുണ്ട്. പക്ഷെ ഈ നാട്ടിൽ കുറെ പാവങ്ങളുണ്ട്. അവർ ജീവിക്കുന്ന ഇത്തരം സബ്സിഡിയൊക്കെ കൊണ്ടാണ് അവർ അരിയും പലവ്യഞ്ജനവും മറ്റു പച്ചക്കറികളൊക്കെ വാങ്ങി ജീവിക്കുന്നത്. അവരെ ഇങ്ങനെ നിങ്ങൾ കുളം തോണ്ടരുത്. ഓൾറെഡി ഈ ചന്തയിലേക്കുള്ള സർവ്വ സന്നാഹങ്ങളും ഒരുക്കി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അത് വന്നു കിടക്കുന്നു, അതവിടെ കെട്ടിക്കിടക്കുന്നു. അത് ചന്തയിൽ കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ഉത്സവ ചന്തയിൽ നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ജനതയെ, ഒരു സംസ്ഥാനത്തെ ആൾക്കാരെ ഇങ്ങനെയാണോ നിങ്ങൾ ദ്രോഹിക്കേണ്ടത്? സജ്ഞകളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് IAS ഓഫീസറാണ്? നിങ്ങൾ എന്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്? നിങ്ങൾ പൂർവ്വ ചരിത്രം നോക്ക്. ഇവിടെ എവിടെയെങ്കിലും ഈ ചന്തകൾ നിരോധിച്ചിട്ടുണ്ടോ? ഇത് പുതിയ പദ്ധതിയല്ല, റൊട്ടീൻ പ്രോഗ്രാമാണ്. അത് സർക്കാരിനും അത് നടപ്പാക്കാൻ എപ്പോഴും സർക്കാരിന് അധികാരങ്ങളുണ്ട്. എല്ലാം കൂടെ താങ്കളുടെ കയ്യിലേക്ക് ഇതെല്ലാം അധികാരം തന്നു വിചാരിക്കരുത്. നിങ്ങളെപ്പോലെ ഈ കസേര മുമ്പിരുന്ന ചില നല്ല ആൾക്കാരുണ്ട്. സഞ്ജയ് കമലിനോട് ഞങ്ങൾ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏറ്റവും ഒടുവിലത്തെ 2 പേരുകൾ പറയാം. നളിനിന്റെ ഏറ്റവും IAS, ടിക്കാറാം മീണ IAS. അവര് നിങ്ങളിരുന്ന കസേര നേരത്തെ ഇരുന്നിട്ട് ഈ സംവിധാനം എങ്ങനെ ഇലക്ഷൻ കാലത്ത് കൊണ്ടുപോയി നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. മിസ്റ്റർ സഞ്ജയ് കൗൾ, ജനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നിങ്ങൾക്ക് എന്ത് തോന്നിയാസം കാണിക്കാവുന്നതാണോ? ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ചോദ്യം ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ഈ വീഡിയോയിൽ പറയേണ്ടി വരുന്നത്.